നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതോടം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ചരിത്രത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ വിസ്മൃതിയിൽ ആണ്ടുപോയ വംശഹത്യകളുടെ ഏറെ കഥകളുണ്ട്. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് 915 അരങ്ങേറിയ അർമേനിയൻ വംശഹത്യയും ഇത്തരത്തിൽ ഉള്ള ഒന്നാണ്. ഈ പൊള്ളിക്കുന്ന ചരിത്രത്തെ ആസ്പദമാക്കി വ്യത്യസ്തമായ ദേശങ്ങളിൽ പിറന്ന 2 വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതകഥ പറഞ്ഞു വയ്ക്കുന്ന കൃതിയാണ് ഇസ്താംബൂളിലെ ഹറാം പിറപ്പുകൾ. പ്രശസ്ത തുർക്കിഷ് എഴുത്തുകാരി എലിഫ് ഷഫാക്ക് ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതിയ ഈ കൃതി പാലായനത്തിന്റെയും വംശഹത്യകളുടെയും ഇക്കാലത്തും ഏറെ പ്രസക്തമാണ്. ചരിത്രം നിശബ്ദമായി പോയ അല്ലെങ്കിൽ പ്രതികരണം നഷ്ടമായി പോയ ഇത്തരം വംശീയ പീഡനങ്ങൾ ജനതകളുടെ സ്വാസ്ഥ്യം നശിപ്പിക്കുന്നതിനും ജീവിതം ദുസ്സഹമാക്കുന്നതിനും മാത്രമേ ഉപകരിക്കാറുള്ളൂ. സ്വാർത്ഥതയും അതിമോഹവുമാണ് പലപ്പോഴും ഇത്തരം വിഭാഗീയതകളിലേക്കും അതുവഴി ഉടലെടുക്കുന്ന കലാപങ്ങളിലേക്കും ജനജീവിതങ്ങളെ തള്ളിവിടുന്നത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ കറുത്ത ഏടായി മാറിയ ഒരു വംശഹത്യയുടെ സ്ത്രീ വിചാരണ കൂടിയാണ് ഈ നോവൽ. വേദനാജനകമായ ആ ഭൂതകാലത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന തുർക്കിയിലെയും അർമേനിയയിലെയും 2 കുടുംബങ്ങളുടെ കഥ യഥാർത്ഥത്തിൽ ഈ നാടിന്റെ സമരചരിത്രങ്ങളാണ്. ഈ കൃതിയിൽ പറഞ്ഞു വയ്ക്കുന്നത് അത്രയധികം ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് എന്ന യാഥാർത്ഥ്യം ഏറ്റെടുത്ത് അതിനെ അതിജീവനത്തിന്റെ കഥയാക്കി അനുവാചക മനസ്സിൽ വിഭജനത്തിന്റെയും വിഭാഗീയതയുടെയും നേർചിത്രങ്ങളാക്കി നൽകുകയാണ് എഴുത്തുകാരി തന്റെ കൃതിയിലൂടെ. അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ബ്രിട്ടീഷ് ടർക്കിഷ് നോവലിസ്റ്റും ഉപന്യാസകാരിയുമായ എലിഫ് ഷഫാക്ക് നിരവധി ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്ത ഒട്ടനവധി കൃതികളുടെ കർത്താവാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരിയുടെ കൃതികളിൽ മിക്കവയും ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. ചരിത്രത്തിന്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെയ്ത്തായ ഈ കൃതിയെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് എഴുത്തുകാരിയും നിരൂപകയുമായ ഇന്ദു രമ വാസുദേവാണ്. മൂലകൃതിയുടെ ജൈവികത ഒട്ടും നഷ്ടമാവാതെ വിവർത്തനം ചെയ്ത ഈ കൃതിയെ നമുക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിദ്യാർത്ഥിയായ അഭിനന്ദ് S. ദേവാണ്. വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറിയുടെ പ്രവർത്തകനായ അഭിനന്ദ് മികച്ച ഒരു വായനക്കാരനാണ്. ചരിത്ര പുസ്തകങ്ങളെ ആഴത്തിൽ പഠന വിഷയമാക്കുന്ന ഈ വെള്ളമുണ്ടക്കാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മികച്ച നാടക നടനായിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിദ്യാർത്ഥിയായ അഭിനവിന്റെ വാക്കുകളിലൂടെ വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് മറികടക്കുന്ന ഈ കൃതിയുടെ വൈശിഷ്ട്യത്തെ നമുക്ക് ഏറ്റെടുക്കാം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ബെന്യാമിൻ തന്റെ പുസ്തകത്തിൽ കുറിച്ചുവെച്ചത് ഇങ്ങനെയാണ്: 40 പ്രണയ നിയമങ്ങളെന്ന പ്രശസ്ത നോവലിലൂടെ എല്ലാവർക്കും സുപരിചിതയായ ലോകപ്രശസ്ത ടർക്കിഷ് ഇംഗ്ലീഷ് എഴുത്തുകാരി എലിഫ് ഷഫാക്കിന്റെ ഇസ്താംബുളിലെ ഹറാം പിറപ്പുകൾ എന്ന നോവൽ 2006 തുർക്കിയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പുതുതായി അധികാരത്തിലേറിയ രജബ് തയ്യിബ് എർദോഗാന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതിക തീവ്ര ദേശീയ ഭരണകൂടത്തിനായി തുർക്കിയുടെ സാമൂഹിക അന്തരീക്ഷം മാറിയ ഘട്ടത്തിലാണ് അർമേനിയൻ ജനതയ്ക്കെതിരെ തുർക്കിയിൽ നടന്ന കൂട്ടക്കൊലകളും ആക്രമണങ്ങളും വംശഹത്യയാണ് എന്ന് അംഗീകരിക്കുകയും അതിന്റെ തീഷ്ണതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒപ്പിയെടുത്ത് പകർത്തിയതിന് രചയിതാവിനെതിരെ തുർക്കി വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന കാരണത്താൽ രാജ്യത്തെ ഭരണഘടനയുടെ 301 ആർട്ടിക്കിൾ പ്രകാരം 3 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നത്. പിന്നീട് പല കാരണങ്ങളാൽ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ സംഭവവികാസങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് ഞാൻ അന്ന് ആ പുസ്തകം കയ്യിലെടുത്തത്. ചരിത്രത്തിന്റെ ഇരുണ്ട വിടവുകളിലേക്ക് യാഥാർത്ഥ്യത്തിന്റെയും വർത്തമാന ജീവിത സമരങ്ങളുടെയും വേരുകൾ ആഴ്ന്നിറങ്ങുന്നിടത്തു നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. തുർക്കിയിലെ മുസ്ലിങ്ങളായ ഖസാൻജി വംശത്തിന്റെയും അമേരിക്കയിൽ ജീവിക്കുന്ന അർമേനിയൻ വംശജരായ ചക്മക്ചിൻ കുടുംബത്തിന്റെയും ഉയർപ്പിന്റെയും അധപ്പതനത്തിന്റെയും നിരന്തരം വേട്ടയാടുന്ന അവരുടെ ഭൂതകാലത്തിന്റെയും കഥയാണ് നോവൽ.
നോവൽ മുന്നോട്ട് നീങ്ങുന്നത് ഒരു റിപ്പബ്ലിക് പോലെ വിവിധ ആശയങ്ങളും മനോവ്യഥങ്ങളും പേറുന്ന ഒരു കൂട്ടം പേരുടെ ജീവിതത്തിലൂടെയാണ്. സ്വന്തം കുടുംബത്തിന്റെ ഭൂതകാലം തേടി, നഷ്ടപ്പെട്ടുപോയ വേരുകൾ തേടി തുർക്കിയിലെ ഇസ്താംബുളിലെത്തുന്ന അർമനുഷ്, വേരുകൾ മുറിച്ചെറിയാൻ ആഗ്രഹിക്കുന്ന ഹറാം പിറപ്പായ ആസ്യ, ഉടഞ്ഞുപോയ ജീവിതത്തിലും ഉടയാത്ത ചില്ലുപാത്രം പോലെ ജീവിതം വിളക്കിച്ചേർക്കാൻ ശ്രമിക്കുന്ന സലീഹ, നന്മയെയും തിന്മയെയും തോളിലേറ്റി ദുഃഖങ്ങൾക്ക് മഷി നോക്കുന്ന ബാനു, വിധികൾക്കും തീർപ്പിനുമിടയിൽ എന്തെന്നറിയാതെ ഉരുകി ജീവിക്കുന്ന മുസ്തഫ. ജീവിതം രണ്ട് കരകൾക്കിടയിലെ ജലം പോലെ ഒഴുകിത്തീരുമ്പോൾ മനോവ്യഥകളുടെ സാമ്രാജ്യത്തിൽ ഉരുകി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ചരിത്ര നഗരമായ ഇസ്താംബുളിലെ തിളങ്ങുന്ന മിനാരങ്ങളല്ല, ചരിത്രത്തിന്റെ പടയോട്ടങ്ങൾ കണ്ട മഹാനഗരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ അവശേഷിച്ച ചോരപ്പാടുകളിലൂടെ, ചോരപുരണ്ട ചരിത്രപരമായ അനീതികളിലൂടെയാണ് നോവൽ ഒഴുകിത്തീരുന്നത്. തുർക്കിയിലെ ഏറ്റവും വിശിഷ്യ ഭോജ്യമായ അഷൂറയുടെ രുചിക്കൂട്ടുകളുടെ പേരാണ് നോവലിലെ ഓരോ അധ്യായത്തിനും നോവലിസ്റ്റ് നൽകിയിരിക്കുന്നത്. കൊതിയോടെ വായിച്ചു തീരുമ്പോൾ വായിൽ ഏതിൻ്റേതെന്ന് തീർപ്പ് പറയാൻ വയ്യാത്ത കലർപ്പിന്റെ രുചിയാണ് അവശേഷിക്കുന്നത്. ചിതറുന്ന മാതള അല്ലികൾ പോലെ, പല രുചികൾ ചേർന്ന അഷൂറ പോലെ, പല സ്വഭാവക്കാർ കലപില കൂടി പാർക്കുന്ന ഒരു ഭ്രാന്തൻ വീടാണ് രാഷ്ട്രമെന്ന് എഴുത്തുകാരി പറയുന്നു. മനുഷ്യവംശാവലിയുടെ തന്നെ പിറപ്പിന്റെയും പൊറുപ്പിന്റെയും ഗാഥയാണ് ഈ നോവൽ. ഭരണകൂടവും ഭരണവ്യവസ്ഥിതിയും എല്ലാം ഒരു പൗരസമൂഹത്തിന്റെ പിതാവാണെന്ന് നോവൽ പറഞ്ഞു വെക്കുമ്പോഴും നടന്ന് നടന്ന് നാടെത്താത്ത, ഒരു കൊടുക്കീഴിലും അഭയം ലഭിക്കാത്ത, ജനമധ്യത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട, നഗ്നരാക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, സ്വത്വബോധം അടിച്ചമർത്തപ്പെട്ട, ലോകത്തിലെ പിതാവില്ലാത്ത, രാഷ്ട്രമില്ലാത്ത ജനസമൂഹങ്ങളിലെ മനുഷ്യർ ചോദിക്കുന്നു, ഞങ്ങളുടെ പിതാവാര്, ഞങ്ങളുടെ രാഷ്ട്രം ഏത്? ദേശീയതയുടെ നെടുനീളൻ പട്ടികകളിൽ നിന്ന് പുറത്തായ മനുഷ്യർക്ക് അവരുടെ ഉള്ളിലെ തിളയ്ക്കുന്ന ഓർമ്മയാണ്, നോവുകളാണ്, ചരിത്രമാണ് രാഷ്ട്രം എന്ന ബോധ്യത്തിലേക്ക് നോവൽ അവസാനം എത്തി നിൽക്കുന്നു. വേദനാജനകമായ ഒരു സത്യത്തേക്കാൾ എത്രയോ ഭേദം മറച്ചു പിടിക്കപ്പെട്ട ഒരു മൗനമോ ഒരു കള്ളമോ ആണെന്ന് നോവലിലെ ചില സന്ദർഭങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ട് ഭൂഖണ്ഡങ്ങളിൽ, രണ്ട് വ്യത്യസ്ത വംശത്തിൽ, രണ്ട് ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യർ അവർ പോലും അറിയാതെ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിൽ രക്തബന്ധുക്കളായി തീരുന്നത് എങ്ങനെയെന്ന് ഖസാൻജി കുടുംബവും ചക്മക്ചിൻ കുടുംബവും നമ്മളെ കാണിച്ചു തരുന്നു. ഭാവന അപകടം പിടിച്ച വശീകരണ മാന്ത്രികതയാണ്. ജീവിതത്തിൽ റിയലിസ്റ്റിക് ആകാൻ നിർബന്ധിതരായ ജനതയ്ക്ക് വാക്കുകൾ വിഷം പുരണ്ടതാണ്. നിശബ്ദരാകാൻ വിധിക്കപ്പെട്ട ജനതയ്ക്ക് ലോകത്തിലെ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനസമൂഹങ്ങളുടെയും തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്ന് നോവലിസ്റ്റ് എഴുതുന്ന വാക്കുകളാണ്. ലോകം അഷൂറ പോലെ വിവിധ രുചിഭേദങ്ങളിൽ തിളങ്ങുമ്പോഴും, രുചിയുടെ മായാജാലം കട്ടുമ്പോഴും, ഒടുക്കം രുചിയേതെന്ന് തീർപ്പ് കൽപ്പിക്കാനാവാത്ത ഉമിനീർ പോലെ ബാക്കിയാകുന്ന മനുഷ്യരുടെ കഥ. 19 വയസ്സായ ഹറാം പിറപ്പായ ആസിയയും അമ്മയും അമ്മമ്മയും മുത്തശ്ശിയും അമ്മായിമാരും ചേരുന്ന ആണുങ്ങളില്ലാത്ത വലിയ കുടുംബത്തിൽ പ്രതീക്ഷകളുടെയും സ്നേഹത്തിന്റെയും വീർപ്പുമുട്ടലുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊതിക്കുന്ന ആസിയ, സ്വന്തം ജീവിതത്തിന് തൻ്റെതായ അർത്ഥങ്ങളും നിയമപാഠാവലികളും ഉണ്ടാക്കിക്കൊണ്ട് അവയിൽ വിശ്വസിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. അമേരിക്കയിൽ നിന്ന് സ്വന്തം കുടുംബത്തിന്റെ ഭൂതകാലം തേടിയെത്തുന്ന അർമനുഷ് തുർക്കിയിൽ ആസിയയ്ക്കൊപ്പം കഴിയുകയും അവർ സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നു. തുർക്കിയിൽ എത്തുന്നതുവരെ സ്വന്തം കുടുംബത്തെ പീഡിപ്പിക്കുകയും ആട്ടിയോടിക്കുകയും ചെയ്ത ടർക്കിയിലെ ജനതയോട് അവൾ വല്ലാത്ത ഭയവും അകൽച്ചയും സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ കറപുരണ്ട ചരിത്രത്തിൽ തങ്ങൾക്ക് എന്താണ് പങ്കെന്ന ചിന്താഗതിയുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളുടെ രാജ്യം ചെയ്ത തെറ്റുകളെ അപലപിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത പുതിയ തലമുറയുടെ പ്രതിനിധികളെ നോവലിൽ നമുക്ക് കാണാം. ഒരു ഘട്ടത്തിൽ കൈമൽ പാഷ അറ്റാതുർക്ക് വരെ നോവലിൽ ഒരു നിശബ്ദ സാന്നിധ്യം തീർക്കുന്നുണ്ട്. തുർക്കിയുടെ പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള സംഘട്ടനങ്ങളും നോവലിലുണ്ട്. തുർക്കിയിലെ സമൂഹത്തിലെ മാറ്റങ്ങളും അന്നത്തെ രാഷ്ട്രീയ ചലനങ്ങളുമൊക്കെ പല രീതിയിൽ നമുക്ക് പുസ്തകത്തിൽ വ്യക്തമാകും. നോവലിൽ പറയുന്ന കഫേ കുന്തേരെ നിങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടെന്നു വരാം. നോവലിലെ ചില കഥാപാത്രങ്ങളെയും ചിലപ്പോൾ അവയൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നിയെന്നും വരാം. അതുതന്നെയാണ് ഈ നോവലിന്റെ വിജയം. ലോകത്തിൽ അർമേനിയക്കാർ മാത്രമല്ല, പുറന്തള്ളപ്പെട്ട, രാഷ്ട്രമില്ലാത്ത, പിതാവില്ലാത്ത നൂറുകണക്കിന് ജനസമൂഹങ്ങളുടെ ഭൂപടമാണ് ഈ നോവൽ. ചരിത്രമെന്നത് കേവലം അക്കങ്ങളും സംഭവങ്ങളും പേരുകളുമായി ചുരുങ്ങുമ്പോൾ അതിലേക്ക് അനുഭവങ്ങളുടെയും നൊമ്പരങ്ങളുടെയും തീഷ്ണതകൾ മജ്ജയും മാംസവും രക്തവുമായി ചേരുന്ന ചരിത്ര പശ്ചാത്തലത്തെ അണിനിരത്തുന്ന ഇത്തരം നോവലുകൾ ഏകതാവിശ്വാസത്തിലൂന്നിയ തീവ്രദേശീയതയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ചർച്ച ചെയ്യുന്ന സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നോവലിന്റെ വരികൾക്കിടയിലുള്ള വായന വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഒരുപാട് ട്വിസ്റ്റുകളും ചരിത്രവും രാഷ്ട്രീയവും വ്യക്തിബന്ധങ്ങളുമൊക്കെ ചേരുന്ന ഈ നോവൽ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 26-ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ പി നരേന്ദ്രനാഥിൻ്റെ
കൊച്ചു നീലാണ്ടൻ എന്ന കൃതിയെ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയും പടിഞ്ഞാറത്തറ സംസ്കാര ലൈബ്രറി ബാലവേദിയുടെ സെക്രട്ടറിയുമായ തൻവി P. രാജേഷ് അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എന്റെ നാട്, 7ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പമെത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK.